സൂക്ഷിച്ചു നോക്കിയ ഒരാളെ കാണാം. ഇതേതേലും കടലിൽ കൊണ്ട് ഒഴുക്കി വിടാനായിട്ട് അമ്മമ്മ മാറ്റി വെച്ചിരുന്ന ഒരു കുട്ടി കൃഷ്ണനാണ്. കാര്യം നമ്മൾ കുഞ്ഞായിരുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണന്റെ മുഖമെല്ലാം കുത്തി വരച്ച് കൊളാക്കി. പോരാത്തതിന് വയറിന്റെ ചെറിയൊരു ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വീടിനുള്ളിൽ വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ വീടിന്റെ പുറത്തെടുത്ത് മാറ്റി വെച്ച് കുറെ നാളായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ അടുത്താണ്. അപ്പ തോന്നിയൊന്ന് വൃത്തിയാക്കി പെയിന്റ് ഒക്കെ അടിച്ചെടുക്കാന്ന്. കഴുകിയിട്ട് ഇനി ചീത്തയാവണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ആദ്യം മൊത്തത്തിലൊന്ന് വെള്ളം അടിച്ചു കൊടുത്തു. അപ്പോഴേക്കും ശരിക്കും ഞാൻ മറന്നു പോയി കണ്ണേതാ മൂക്കിയേതാ ഓരോ കളേഴ്സ് ഒക്കെ ഇവിടെ കൊടുക്കേണ്ടതൊക്കെ. കണ്ണും പിരികൊക്കെ വരച്ച സമയത്ത് കയ്യെങ്ങും വിറയിലായിരുന്നു. കാരണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയ മൊത്തത്തിൽ കൊള്ളാവും. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കണമെന്ന് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് ഒക്കെ പേനയിൽ പെയിന്റ് മുക്കിയാണ് ചെയ്തത്. ചുണ്ടൊക്കെ വരയ്ക്കുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ ഇരിക്കും. പിന്നെ മാലയും കമ്മലും ബാക്കി എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന മുത്തൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ വെള്ള കൃഷ്ണനെ നീല കൃഷ്ണനാക്കി എടുത്തു. ചെയ്ത് തീരുന്നവരെ കൊള്ളാവല്ലേ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാം ചെയ്തത്. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോ കൃഷ്ണന്റെ ചിരിക്കൊരു കുറവുണ്ടോ എന്നൊരു സംശയം. നമ്മളിത് ഭംഗിയാക്കി അമ്മയ്ക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെ. ഞാൻ തന്നെ എടുത്തോളം അമ്മ പറഞ്ഞു. എന്നാലും വർഷങ്ങളായിട്ട് അത് അവിടെ ഇരിക്കുന്നതല്ലേ, അപ്പൊ അതിന്റെ സ്ഥാനം അവിടെ തന്നെയാണ്. ഒരു രാത്രി ഉറങ്ങാതിരുന്ന ചെയ്തയാണെങ്കിലും എനിക്ക് തീരെ ക്ഷീണം തോന്നി.